ഇന്നത്തെ ദിവസം തുടങ്ങുന്ന സ്ഥിതിക്ക് എൻ്റെ ഒരു ബ്രീഫായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് വലിയ വയലാറിനെ ഓർമ്മിച്ചിട്ട് നമുക്ക് ഈ കൊച്ചു വയലാറിലേക്ക് പോവാം. എന്നിട്ട് വലിയ വയലാറിൻ്റെ സാഹിത്യ അല്ലെങ്കിൽ കവിതയിലേക്ക് പോയതിന് ശേഷം നമ്മൾ ഗാനങ്ങളിലേക്ക്, അതായത് കവിത പോലത്തെ ഗാനങ്ങളിലേക്ക് വന്നിട്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ ഏതൊക്കെ ഫീൽഡിലാണ് അദ്ദേഹം ഗാനങ്ങൾ എഴുതിയിട്ടുള്ളതെന്നുള്ള കാര്യങ്ങളും കൂടെ ചൊല്ലും. പിന്നെ ചില ഗാനങ്ങൾ നമ്മൾ മാറ്റി നിർത്തുന്നുണ്ട്, അല്ല ഓഡിയൻസിൻ്റെ ലൈറ്റ് ഇരിക്കട്ടെ, അത് നല്ലതാണ്, പിന്നെ കാണാനായിട്ട് എക്സ്പ്രഷൻ കിട്ടാനായിട്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ട് എന്താണെന്ന് വെച്ചാൽ ചില ഗാനങ്ങളൊക്കെ പുറകിൽ അടുത്ത മ്യൂസിക് വരുമ്പോഴത്തേക്ക് അവർ ഉപയോഗിക്കുന്നുണ്ട്. ആ ഗാനങ്ങളെപ്പറ്റി ചർച്ച പറ്റില്ല, പക്ഷേ ബ്രീഫായിട്ട് മെൻഷൻ ചെയ്ത് പോകും. അതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ അധികം സമയം നമുക്കില്ല, അരമണിക്കൂറാണ് എനിക്ക് അലോട്ടിച്ചിരിക്കുന്നത്. പക്ഷെ അതുകൊണ്ട് ഞാൻ ബ്രീഫായിട്ടൊക്കെ പോകും. പിന്നെ ഒരു 15 മിനിറ്റോടെ ഗാനത്തിന് കൂടെ ഉണ്ട്. അങ്ങനെ 3/4 മണിക്കൂറാണ്. ഇല്ലേ ശ്രീ? ശരിയല്ലേ? അപ്പോൾ അങ്ങനെയാണ് നമുക്ക് തുടങ്ങാം, ഇല്ലേ? ഓക്കെ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇതിനിടയ്ക്ക് ചിലപ്പോൾ ഞാൻ എൻ്റെ വയലാറിനോടുള്ള ഒരു തവണ പരിചയപ്പെട്ടതിൻ്റെ ചില അനുഭവങ്ങളും കൂടെ പറഞ്ഞു എന്ന് വരും. പിന്നെ അത് കഴിഞ്ഞിട്ട് കിട്ടാത്തതിലുള്ള പ്രയാസങ്ങളും പറഞ്ഞു എന്ന് വരും. അത് ഒരു ഇൻട്രാക്ഷനും ഇതിന് വേണ്ടിയിട്ട് മാത്രമാണ്, അല്ലാതെ വലിയ ഇത് കാണിക്കാനോ ഒന്നും അല്ലെന്ന് ആദ്യം ഒരു ക്ഷമാപണം കൂടെ പറഞ്ഞിട്ട് ഞാൻ തുടങ്ങാം കേട്ടോ. പക്ഷേ ഇന്ന് ഈ ദിവസം നമ്മൾ വയലാർ സന്ധ്യ എന്ന് പേരിട്ടിട്ട് തുടങ്ങുമ്പോൾ വർഷം ഏകദേശം 50 കഴിഞ്ഞെങ്കിലും വയലാർ ഇന്നും ജീവിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹം അന്ന് പറഞ്ഞു, ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ ഇവിടെ വീണ്ടും വരണമെന്ന്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇതുവരെ വന്നിട്ടില്ല എന്ന്. പക്ഷേ വരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കാം. പക്ഷെ ഒന്നുമില്ലെങ്കിലും മുകളിൽ നിന്ന് കേൾക്കുന്നുണ്ട് എന്നുള്ള ആ വിശ്വാസത്തോടുകൂടി തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ പൊറുക്കും എന്നുള്ള വിശ്വാസത്തോടുകൂടി നമുക്ക് കൊച്ചു വയലാറിലേക്ക് കടക്കാം. അതിനു മുമ്പ് എല്ലാവർക്കും വയലാറിനെ പറ്റി ഒരുപാട് പറയേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് നമുക്ക് നേരിട്ട് തന്നെ കിടക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. എന്തു പറയുന്നു? അപ്പോൾ കൊച്ചു വയലാർ ഞാൻ വിളിക്കുന്നത് കൊച്ച് ആയതുകൊണ്ടിട്ടല്ല, കൊച്ചാണ്, കുറച്ച് പൊക്കം കുറവാണ്. പക്ഷേ ആ സ്നേഹബന്ധത്തിൻ്റെ ഇതുകൊണ്ടിട്ട് സ്നേഹത്തിൽ വിളിക്കുന്ന ഒരു പേരാണ്. മറ്റേ വയലാറിനെല്ലാവരും കുട്ടാ എന്ന് വിളിക്കുന്ന പോലെ ഞാൻ കൊച്ചെന്ന് വിളിക്കുന്നുള്ളതേ ഉള്ളൂ കേട്ടോ. ശരത്തിനതിന് കൂടെ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നില്ല. ഒന്നും ഇത് ഓൺ ചെയ്ത് വെച്ചോളൂ കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് 1-2 എണ്ണം എനിക്ക് മനസ്സിൽ തോന്നി എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് വയലാർ 47-ാമത്തെ വയസ്സിൽ മരിച്ചു. അപ്പോൾ ആലോചിച്ച് കഴിഞ്ഞാൽ ചങ്ങമ്പുഴ 37 മരിച്ചു. പിന്നീട് ശങ്കരാചാര്യനും ഇതുപോലെ 30 മരിച്ചു. വിവേകാനന്ദനും ഇങ്ങനെയൊക്കെ ആയിരുന്നു. എല്ലാവരും അവരവരുടെ കർമ്മം പൂർത്തീകരിച്ചിട്ട് മരിക്കുന്നതാണോ എന്നൊരു സംശയമുണ്ട്, ഇല്ലാതെ ഇല്ല. പിന്നെ ഈ ചെറിയ പ്രായത്തിന് അല്ലെങ്കിൽ 37 വയസ്സിനകത്ത് വലിയ വയലാറിനെ ഏറ്റവും ഇൻഫ്ലുവൻസ് ചെയ്തെന്ന് ഞാൻ കണക്കാക്കുന്നത് 2 പേരാണ്. ഒന്ന് കാളിദാസനെയും രണ്ടാമത്തത് ചങ്ങമ്പുഴയും. അപ്പോൾ കാളിദാസനിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ഇൻസിഡൻറ്റ് എനിക്ക് പറയണമെന്നുണ്ട്. കാരണം അദ്ദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മരിച്ചിട്ട് അത് പറയാനായിട്ട് പുറത്തിറങ്ങിയത് നിങ്ങൾക്കറിയുമായിരിക്കും, ഡോക്ടർ വാര്യരായിരുന്നു, തൊറാസിക് സർജന്. അദ്ദേഹം കരഞ്ഞിട്ടാണ് പുറത്തേക്ക് ഇറങ്ങിയെന്നാണ് അറിയുന്നത്. മാത്രമല്ല തിരുവനന്തപുരത്ത് നിന്ന് വയലാർ വരെ ആ ഡെഡ് ബോഡി കൊണ്ടുപോകാനായിട്ട് 12 മണിക്കൂറിനുള്ളിൽ എടുത്തു എന്നും പറയുന്നു. ഇല്ലേ? ശരിയല്ലേ? തെറ്റുണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ. പിന്നെ നമുക്കൊരു ചോദ്യം തുടങ്ങാം. ഈ നേരത്തെ മരിക്കുന്നത് ഒരു ഭാഗ്യമാണോ അല്ലയോ?
അതെ, മരിച്ചിട്ട് പറയാം. ഇപ്പോൾ ഒരു വയലാറിനെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിൽ നേരത്തെ മരിക്കുന്നത് വേണ്ടായിരുന്നു. കാരണം എല്ലാവർക്കും ഉണ്ടാകുന്നൊരു പാഠമാണ്. അതായത് ലോകത്തൊരാളേ ഉള്ളൂ അച്ഛൻ എന്ന് പറയുന്നത്. അമ്മ ആരുടെ അമ്മയെന്നൊക്കെ അമ്മയെന്ന് വിളിക്കാം അല്ലേ, പക്ഷെ അച്ഛൻ എന്നൊരാളെ മാത്രമേ നമുക്ക് വിളിക്കാൻ പറ്റുള്ളൂ. അത് സാധിക്കാത്തത് കൊണ്ട് വയലാർ നേരത്തെ മരിച്ചത് ഒരു കുഴപ്പം തന്നെയാണ് എന്നെ സംബന്ധിച്ച്. പിന്നെ മരിക്കുക എന്ന് പറഞ്ഞാൽ അന്നൊക്കെ ഇങ്ങനെ കളിയാക്കല്ല പരിഹസിക്കുമായിരുന്നു ആ സമയത്തൊക്കെ. വയലാർ മദ്യപിച്ച് മരിച്ചു. വയലാറിൻ്റെ മകൻ, ഞാൻ മക്ഡവൽസിലാണ് ജോലി ചെയ്തത് 22 കൊല്ലം UB ഗ്രൂപ്പിൽ. വീടിനടുത്ത് ഉള്ളൊരു വീട്ടിലെ സാമ്പത്തിക സാഹചര്യം വെച്ചിട്ടാണ് എനിക്ക് പോകേണ്ടി വന്നത്. അന്നങ്ങനെ പറയുമായിരുന്നു. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇതിനേക്കാൾ മുമ്പേ വിവേകാനന്ദ സ്വാമി മരിക്കേണ്ട കാര്യമില്ലല്ലോ മദ്യപിച്ചാണെങ്കിൽ. മദ്യപാനം ഒരു കാരണമായിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ അത് ഒരു ഡിഫൻസ് അല്ല കേട്ടോ ഞാൻ പറയുന്നത്. എങ്കിലും അതൊരു കാരണമായിരുന്നു എന്ന് പറയാം. അപ്പോൾ അത് നേരത്തെ മരിക്കുന്നതാണെങ്കിലും പക്ഷേ ഇപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത് ഈ നമ്മളുടെ ഈ കൂട്ടായ്മ വച്ചിട്ടും നോക്കുകയാണെങ്കിൽ ആ വയലാറ് നിത്യ യൗവന കവിയായിട്ടോ അങ്ങനെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് നേരത്തെ മരിക്കുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു ഭാഗ്യമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ആ മുന്നിലേക്ക് പോകുമ്പോൾ അടുത്തൊരു ചോദ്യം വരേണ്ടത്, ഇന്ന് നമ്മൾ 2 പ്രോഗ്രാം നടത്തി സ്ഥലത്ത്, താടകയും രാവണപുത്രിയും. അപ്പോൾ നമുക്ക് താടകയെ പറ്റി എന്ത് അഭിപ്രായം ഒന്ന് ബ്രീഫായിട്ടൊന്ന് പറയുക കേട്ടോ. പ്ലേയെ പറ്റി, നമ്മുടെ പ്രസൻറ്റേഷനെ പറ്റി. താടക എന്ന് പറഞ്ഞാൽ ശരിക്കും എനിക്ക് എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ആദ്യമായിട്ട് ഒരു പുരുഷ മേധാവിത്വത്തിനെതിരെ ചോദ്യം ചെയ്ത ഒരാളായിട്ട് പറയാം എനിക്ക് തോന്നുന്നത്. അന്ന് ദ്രാവിഡ രാജകുമാരിയാണല്ലോ. ദ്രാവിഡർക്കൊന്നും മിണ്ടാൻ അഭിപ്രായം പറയാനൊന്നും സാധ്യതയുള്ള കാലത്തല്ല ഒരു വലിയ രാജവംശത്തിലെ ഒരു അവതാരത്തിനോട് ആര്യവംശത്തിന് അടിയറ വയ്ക്കുമോ എന്ന് ചോദിക്കുന്നൊരു പെൺമനസ്സുണ്ടല്ലോ. എനിക്ക് അങ്ങനെ തോന്നിയിരിക്കുന്നത്. പിന്നെ താടക നമ്മൾ പറഞ്ഞ പോലെ കാണാൻ വിരൂപയൊന്നുമല്ല, സുന്ദരിയായിരുന്നു. ഈ നമ്മൾ യക്ഷി എന്നൊക്കെ പറയത്തില്ലേ, യക്ഷി സങ്കല്പം യക്ഷി സുന്ദരിമാരാണ്. ഒരു കുടുംബം നശിച്ചു പോകുന്നതുകൊണ്ടാണ് അതിനെ രക്തം കുടിക്കുന്നവൾ എന്ന് പറയുന്നത്. ഈ ഭാര്യയെ വിട്ടിട്ട് സുന്ദരിയുടെ പുറകെ പോകുന്ന വിടന്മാരായ ഭർത്താക്കന്മാർ കുടുംബത്തെ നശിപ്പിക്കും. അപ്പോൾ അതുകൊണ്ടാണ് രക്തം കുടിക്കുന്നവൾ എന്ന പേര് യക്ഷിക്ക് വന്നത്. യക്ഷി ഇപ്പോൾ പിന്നെ വികൃതരൂപിയല്ല, സുന്ദരിയാണ്. അല്ല, ഇതിനകത്ത് താടകയെ എന്തിന് രാമൻ കൊന്നു എന്ന് രാമനും അറിവില്ല, ഉണ്ടോ? അതാണ് ചിലതും കൊണ്ടുപോയതാണ്. നമ്മൾ ഇത് വളരെ സ്ലാങ്ങായിട്ട് പറഞ്ഞാൽ നമ്മൾ ഈ കൊട്ടേഷനൊക്കെ പോകുന്ന പോലെയാണ് രാമൻ പോയത്. അല്ല, വിശ്വാമിത്രൻ സന്യാസി വർഗം അല്ല, ഞാനത് എന്താ എനിക്ക് എല്ലാ ബഹുമാനമുള്ള ആളാണ് കേട്ടോ. കാര്യം പരാജിതനായ ആദ്യത്തെ ഭർത്താവ് എന്ന് പറയാൻ ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട് രാമനെ. കാര്യം ഒരു സ്ത്രീയെ മനസ്സിലാക്കാനായിട്ട് നമ്മുടെ അവതാരങ്ങളിൽ രാമനിലാണ് തുടങ്ങുന്നത് കുടുംബബന്ധം. അതിനു മുമ്പ് പരശുരാമൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ പറഞ്ഞ അമ്മയെ കൊന്നയാളാണ്. രേണുവേക്ക് സ്ത്രീത്വത്തെ അത്രയും മാനിച്ചിട്ടില്ല. പക്ഷേ സ്ത്രീത്വത്തെ മാനിച്ച് പോകേണ്ട ഒരാൾ ഒരു രാജാവിൻ്റെ സ്ഥാനം കൂടുതൽ ഇമ്പോർട്ടൻസ് അദ്ദേഹം തന്നെ കൊടുത്തു. അങ്ങനെ അതിനാണല്ലോ വിശ്വാമിത്രൻ ബല അതിബലയൊക്കെ കൊണ്ടുപോകുന്നത്. രണ്ടും മരുന്നാണ്. കാര്യം മുനിമാരുടെ പിന്നെ സമാധാനം നിറഞ്ഞ ആശ്രമാന്തരീക്ഷം കളങ്കപ്പെടുത്തുന്നവരെ നശിപ്പിക്കുക, അവനെ തോൽപ്പിക്കുക. അതിനാണ് കൊണ്ടുപോയത് ഇദ്ദേഹത്തെ. അവിടെ വെച്ചിട്ട് ഇദ്ദേഹത്തിൻ്റെ ശ്രദ്ധ മാറിപ്പോകരുത്. ഒരു പെണ്ണിൽ അനുരക്തനായിട്ട് തങ്ങൾ കൊണ്ടുപോകുന്ന എന്തിനു വേണ്ടിയാണ് എന്നുള്ളതൊരു ദൗത്യത്തിൽ നിന്ന് മാറിപ്പോകരുത് രാമൻ എന്ന വാശിയെന്ന് വിശ്വാമിത്രനുണ്ടായിരുന്നു. വിശ്വാമിത്രൻ വഴക്കളിയാണ്. എന്താ വെച്ചാൽ ഇദ്ദേഹം ജനിച്ചത് ബ്രാഹ്മണനായിട്ടല്ല, ക്ഷത്രിയനായിരുന്നു. ക്ഷത്രിയനായിട്ട് ബ്രഹ്മത്വം പിടിച്ച് മേടിച്ച ആളാണ്. അപ്പോൾ അതിൻ്റെ വാശിയൊക്കെ അദ്ദേഹത്തിനുണ്ട്. ക്ഷത്രിയന്മാർ ചൂട് ദേഷ്യക്കാരാണല്ലോ പൊതുവേ, വാരിയേഴ്സല്ലേ. അപ്പോൾ ആ ഒരു സ്വഭാവം പിന്നെ വിശ്വാമിത്രനുണ്ടായിരുന്നു. അപ്പോഴേ അപ്പോൾ പ്രേമത്തിന് അതിരില്ല എന്നാണ് പറയുന്നത്. പിന്നെ അത് ഞാൻ എന്തിനാ അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ഇതിൽ ആശ പ്രേമിച്ചതിൻ്റെ ഇത് ദാഹപരവശയായി അർത്ഥസുപ്രാന്ത അന്തർവികാരം ഉണർത്തിയോ ആശ? ആര്? താടക അവതരിപ്പിച്ചത് ആശയല്ലേ?
ആശ എങ്ങനെ അല്ല ഇപ്പം അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിനകത്ത് ഇപ്പോൾ വിശ്വാമിത്രനേക്കാളും രാമനേക്കാളും ഞാൻ ഇഷ്ടപ്പെടുന്നത് ആശയായിരുന്നു. അപ്പോൾ കവിതകളിലേക്ക് ഇപ്പം നമ്മൾ പറഞ്ഞു പോകുന്നത് എനിക്ക് കുറച്ചും കൂടെ അറിയാനുള്ളത് ശരത് സാറിനെ കുറിച്ചാണ്. അപ്പം നമ്മുടെ ഗസ്റ്റിനും ഓഡിയൻസിലിരിക്കുന്നവർക്കും അറിയാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. കൊച്ചിലെ മുതൽ വീട് വിട്ട് ഹോസ്റ്റലിലായിരുന്നു പഠിച്ചതൊക്കെ. അപ്പം അത് വഴക്കാളി യാതൊക്കെ ഉണ്ടാക്കിയത് എന്താണ്? അതിൻ്റെ ഒരു അച്ഛന് അമ്മയ്ക്കും ഉണ്ടായിരുന്ന ഒരു ചെയ്ത വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കാര്യം വെച്ചാൽ അച്ഛന് എന്നെ ഡോക്ടറാക്കണമെന്നായിരുന്നു ആഗ്രഹം. എല്ലാവരും അത് പലർക്കും അറിയാം, പക്ഷെ നടന്നില്ല. പാട്ടെഴുത്തുകാരനാകരുത് എന്നുണ്ടായിരുന്നു, അത് നടക്കുകയും ചെയ്തു. അപ്പോൾ അന്ന് വീട്ടിനകത്തൊരു അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ മറ്റ് ആരും അകത്ത് കയറാത്ത സാഹചര്യമായിരുന്നു. പൂണൂലിട്ടവർ മാത്രം വീട്ടിൽ കയറുക എന്നൊരു സമ്പ്രദായമുള്ള സ്ഥലത്താണ് അച്ഛൻ്റെ ഈ രണ്ടാമത് ചിന്ത ഉണ്ടാകുന്നതും. ആ കാലഘട്ടത്തിൽ അത് വളരെ രസകരം. ഞാൻ അത് പെട്ടെന്ന് പറയാം. അതായത് നാലുകെട്ടിനകത്ത് ഈ സാഹിത്യ ചർച്ചയുണ്ട്, സദസ്സ്. വായിക്കുന്നവരെല്ലാം വരും, പുതിയ പുരോഗമന ചിന്താഗതിയെക്കുറിച്ച് സംസാരിക്കും, വലിയ ഗുസ്തിയുണ്ട്. അപ്പം ഒറ്റ നിർബന്ധമേ ഉള്ളൂ മുത്തശ്ശിയമ്മയ്ക്ക്, അച്ഛൻ്റെ അമ്മയ്ക്ക്, ഈ വരുന്നവർക്ക് ആധാർ കാർഡ് എന്നുള്ളത് പൂണൂലുള്ളവനെ അകത്ത് കയറ്റുള്ളൂ, അത് ഉറപ്പാണ്. പക്ഷേ ഇതിനു വേണ്ടി ചട്ടം കെട്ടിയ ആളെ അവിടെ വേറെ നിർത്തിയിട്ട് പുറത്ത് പല ജാതിക്കാരും വരും. പക്ഷേ മുത്തശ്ശിയമ്മ നോക്കുന്നത് ഈ കാർഡുണ്ടോ എന്നുള്ളത്, പൂണൂലുണ്ടോ എന്നുള്ളത്. അപ്പോൾ അതിന് ഒരാളെ തോർത്തുമായിട്ട് പുറത്ത് നിർത്തിയിട്ടുണ്ടാവും. അയാൾ ഓരോ നൂലെടുത്ത് അവിടുന്ന് കയറ്റി വിടും. അങ്ങനെയായിരുന്നു. അല്ല, സത്യം കേട്ടോ അത്. ആ സമയത്ത് ഒരു വയലാറുണ്ടാകാനുള്ള കാരണം ഞാൻ പറയുകയാണേ, അങ്ങനെ യാഥാസ്ഥിതികം നിറഞ്ഞിരുന്ന വളരെ കടുകട്ടിയായിട്ട് വീട്ടിലൊരു അമ്പലമുണ്ട്. അന്നൊക്കെ നിത്യപൂജ ചെയ്യുന്ന പൂജാരി ഉണ്ടായിരുന്നു. അത് കാരണം ഇതിനൊക്കെ വളരെയധികം അച്ഛൻ്റെ ഈ ഒരു മനസ്സ് മാറ്റാണ്. പിന്നത് അങ്ങനെ ഇരിക്കും. ഒരു ദിവസം ഒരു കറുത്തയാൾ വന്നു. കറുത്തയാൾ പക്ഷേ ആ മുത്തശ്ശിമ്മ നോക്കിയപ്പോഴത്തേക്ക് പുള്ളിക്ക് കൊണ്ടി പൂണൂല്. ചേട്ടാ ഇത് അപ്പം തമ്പുരാക്കന്മാരിൽ കറുത്തവരാരും കൊണ്ടാകാൻ വഴിയില്ലല്ലോ, അങ്ങനെയുള്ള ചിന്ത. കാര്യം വെയിൽ കൊള്ളത്തില്ല, പണിയെടുക്കില്ലെന്നാണ് അന്ന് പറയുന്നത്. അപ്പോൾ അല്ല, അന്നത്തെ അവർക്ക് വേറെ പണിയൊന്നുമില്ല. ആരെങ്കിലും പിന്നെ കൊയ്ത് കൊടുത്താൽ ഇരുന്ന് തിന്നും എന്നല്ലാണ്ട് വേറെ ജോലിയൊന്നുമില്ലായിരുന്നു. അപ്പോൾ ഈ കക്ഷി മുത്തശ്ശമ്മ ചോദിച്ചു, ഇതാരത് ഇങ്ങനൊരു കറുത്ത, അത് മലബാറിലുള്ളതെന്ന് പറഞ്ഞു. ഈ മലബാറിലുള്ളവരെ തമ്പുരാക്കന്മാർ ഇവിടുത്തെ ആൾക്കാരെ പോലെ അല്ല, വെയിൽ കൊള്ളും, അധ്വാനിക്കും. അങ്ങനെ അധ്വാനിച്ച് വെയിൽ കൊണ്ട് കറുത്തുപോയ തമ്പുരാനാണ്. അങ്ങനെ വിശ്വസിച്ചു. പൂണൂലുണ്ടല്ലോ, പൂണൂല് പിന്നെ കുഴപ്പമില്ല. ചർച്ച കൊടുമ്പിരി കൊണ്ടു, ഭയങ്കര ചർച്ചയായി. വാശി വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ കൂട്ടത്തിൽ ആരോ ഒരാൾ എഴുന്നേറ്റ് ഈ കറുത്ത ആൾ നോക്കിയിട്ട്, ജോസഫേ നീ പറഞ്ഞത് ശരിയായില്ല എന്ന് പറഞ്ഞു. അങ്ങനെ കുട്ടനാടുകാരനായൊരു കർഷകനായിരുന്നു, പക്ഷെ വായിക്കുന്നവനായിരുന്നു. ആ ഒരൊറ്റ ചോദ്യത്തിലാണ് അച്ഛനും അമ്മയും തമ്മിൽ, മുത്തശ്ശിയും തമ്മിലുള്ള ബന്ധത്തിന് വിള്ളൽ വീഴുന്നത്. കാര്യം എന്നെ അവൻ ചതിച്ചു എന്നൊരു തോന്നൽ അമ്മയ്ക്കുണ്ട്. കാര്യം അച്ഛൻ 3 വയസ്സുള്ളപ്പം, അച്ഛന് 3 വയസ്സുള്ള മരിച്ചു പോയതാണ്. പിന്നെ മുത്തശ്ശിയാണ് വളർത്തിക്കൊണ്ട് വന്നതല്ല. ആ ബന്ധം വളരെ വലുതാണ്. അങ്ങനെ വന്നപ്പോൾ ജോസഫ് എന്നുള്ള വിളി വരികയും ഒരു അന്യജാതിക്കാരൻ വീടിനകത്ത് കയറി എന്നുള്ളത് വലിയ പ്രശ്നമായി. അങ്ങനെ അച്ഛനും മുത്തശ്ശിയും തമ്മിലുള്ള ബന്ധം ഉലഞ്ഞു കണ്ടമാനം. അങ്ങനെയാണ് ഇപ്പം ഞങ്ങൾ താമസിക്കുന്ന, ചേട്ടനൊക്കെ വന്നിട്ടുള്ള വീടിൻ്റെ ആദ്യത്തെ ഒരു മുറി എടുക്കുന്ന അവിടെ. ആയിഷ എന്നുള്ള ഖണ്ഡകാവ്യം എഴുതിയപ്പോൾ കിട്ടിയ പ്രതിഫലം കൊണ്ട് ഒരു മുറി വെച്ചു അവിടെ. എന്നിട്ട് പറഞ്ഞ അമ്മയുടെ വിശ്വാസങ്ങളെയും ഒന്നും ഞാൻ ചോദ്യം ചെയ്തില്ല, ഞാനിവിടെ ഉണ്ടാവും, മറ്റുള്ള കാര്യങ്ങൾക്ക് അശുദ്ധിക്കും ഒന്നും തടസ്സമൊന്നും ഞാൻ വരുന്നില്ല, ഞാനിവിടെ ഇരുന്നുള്ളത്. അങ്ങനെ അച്ഛൻ അവിടെ ഇരുന്നു. ചർച്ചകൾ അങ്ങനെ അവിടെ പുരോഗമിച്ചു. ഇങ്ങോട്ടാരും വരാണ്ടായി. അപ്പോൾ പിന്നെ എല്ലാ മുത്തശ്ശിയമ്മയും തൃപ്തിയായി. പക്ഷേ ക്രമേണ ഓരോ മുറികൾ കൂടിക്കൂടി വന്നു. ഇപ്പോൾ താമസിക്കുന്ന വീടുണ്ടായത് അങ്ങനെയാണ്. അപ്പോൾ ഞാൻ ആ ചോദ്യത്തിലേക്കാണ് വരുന്നത്. അങ്ങനെ ഇരുന്നൊരു കാലഘട്ടത്തിൽ ഞാനും അതുപോലെ ആയി പോകുമോ? ഈ യാഥാസ്ഥിതിക ബന്ധം അതിൽ കുടുങ്ങുമോ? മുത്തശ്ശിയമ്മയുടെ അമ്മയുടെ കൂടെ വരും അമലവാസിയായിട്ട്, പിന്നെ മനുഷ്യനെ കാണാതെ മറ്റ് ജാതിക്കാരെ അവരോട് തീണ്ടല്ലോ തൊടിയിലൊക്കെ ഉണ്ടാകണം, അല്ല അങ്ങനെ കാണിക്കാണ്ട് ഒരു മനുഷ്യക്കുട്ടിയായിട്ട് വളരുക. കറുത്ത നമ്പൂരിയായിട്ടല്ലേ? എന്തോ കറുത്ത നമ്പൂരിയായിട്ട്. അങ്ങനെയാണ് എന്നെ സെൻറ്റ് ജോസഫ് സ്കൂളിൽ പിന്നെ കളമശ്ശേരി കൊണ്ട് ചേർക്കുന്നത്. മുത്തശ്ശിയമ്മയ്ക്ക് ആദ്യത്തെ ആകാംക്ഷയായിരുന്നു ക്രിസ്ത്യാനി പിള്ളേർ പിന്നെ ഇറച്ചി മീനും കഴിക്കുമോ, ഇതൊക്കെയായിരുന്നു ആശങ്ക. അപ്പോൾ ഞാൻ ഈ വീട്ടിൽ ഞാൻ പ്രാർത്ഥന ചെയ്യാറില്ല, അമ്മയ്ക്ക് മുത്തശ്ശിയമ്മയ്ക്കേ ഉള്ളൂ. അപ്പോൾ ഞാൻ ആദ്യം ജപിച്ച് പഠിച്ച ഒരു
മന്ത്രം എന്ന് പറയുകയാണെങ്കിൽ വിശുദ്ധനായ സെബസ്ത്യാനോസേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതായത് അത് സത്യമാണ് കേട്ടോ. ഞാൻ സെൻറ്റ് ജോസഫ് സ്കൂളിൽ പഠിക്കുമ്പോൾ പിന്നെ ആദ്യമായിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പോരുന്ന വീട്ടിൽ നമ്മുടെ ഹോം സിക്നെസ് മാറിയിട്ടില്ല. കൊച്ചുകുട്ടിയാണ്, വളരെ വിശാലമായിട്ടൊക്കെ അമ്മയുടെ കൂടെയൊക്കെ കെട്ടിപ്പിടിച്ച് കിടന്ന ഞങ്ങൾ ചെറിയ ഒറ്റയ്ക്ക് കട്ടിലെ കിടക്കുക. ഈ കട്ടിൽ നിന്ന് നമ്മൾ ഉരുണ്ട് താഴെ വീഴും. അതിഭയങ്കരമായ ജൂൺ മാസത്തിലെ മഴ, പേടിയാണ്, ഇടിയും മിന്നലും. അപ്പോൾ ആരെ വിളിക്കണം? ഇപ്പോഴൊക്കെ നമ്മൾ അന്ന് പറഞ്ഞിരിക്കുന്ന അർജുനൻ്റെ പേര് പറയാൻ പറയും, അർജുന 10 ചൊല്ലാൻ പറയും ഹിന്ദുക്കൾ. അപ്പോൾ അന്ന് എനിക്കറിയില്ല. അപ്പോൾ എൻ്റെ തൊട്ടടുത്ത് കിടന്നൊരു KC ജോസിലായിരുന്നു, റെയിൽവേ ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹം റിട്ടയർ ചെയ്തപ്പോൾ ജോസ് എന്നോട് പറഞ്ഞു, എടാ നീ ഒരു കാര്യം ചെയ്യും, നിനക്ക് പേടിയുണ്ടെങ്കിൽ സങ്കടമുണ്ടാകും, നമ്മൾ എഴുന്നേറ്റിരുന്ന കട്ടിലിരുന്ന് കരയും, വീട്ടിൽ ആരുമില്ല ആശ്വസിപ്പിക്കാൻ. അപ്പോൾ അന്ന് ഞാൻ ജോസ് എന്നെ പഠിപ്പിച്ചതാണത്, വിശുദ്ധനായ സെബസ്ത്യാനോസ്. പക്ഷേ ഇത്രയും പഠിച്ചിട്ടും വിമാനത്തിൽ കയറാൻ പറ്റാത്ത ഒരാളായിരുന്നല്ലോ. ഞാൻ 10 കൊല്ലം മുമ്പ് വരാൻ പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ പറഞ്ഞു വിമാനത്തിൽ കയറില്ല, പേടിയാണ്. എനിക്ക് പേടിയാണ്. ഞാൻ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി ഓടിയിട്ടുണ്ട് ഇമിഗ്രേഷൻ കഴിഞ്ഞിട്ട്. അല്ല സത്യം, വെറുതെ പറയില്ല. അവസാനം പോലീസും പിന്നെ എയർപോർട്ടിലെ ഡോക്ടേഴ്സൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രം ഞാൻ രക്ഷപ്പെട്ടു. കാര്യം ഇമിഗ്രേഷൻകാരെല്ലാം വടക്കേന്ത്യക്കാരാണ്. ഇവർക്ക് എന്നെ അറിയോ, ഏത് വയലാറ്. അവസാനം ഡോക്ടറിൻ്റെ സഹായത്തോടെ ഞാൻ ഇതിനത് പുറത്തിറങ്ങി. അങ്ങനെ കാലം ഉണ്ടായിരുന്നു കൊണ്ട്. അയ്യോ സത്യം, അന്ന് ഞാൻ വരില്ലായിരുന്നു കൊണ്ട്. അതെ, ശരത്തിൻ്റെ 2-3 സുഹൃത്തുക്കൾ ഇവിടെ സ്കൂളിൽ, സൈനിക സ്കൂളിൽ പഠിച്ചത് ഇവിടെ ഉണ്ടല്ലോ ഇല്ലേ, ഇവിടെ വന്നിട്ടുണ്ടല്ലോ, മീറ്റ് ചെയ്തു ഇല്ലേ, ഇന്ന് മീറ്റ് ചെയ്തില്ലേ ഇല്ലേ? സെൻറ്റ് ജോസഫിലെ ഒരു സുഹൃത്ത് വരുന്നു എന്ന് പറഞ്ഞല്ലോ. ബൈജു വന്നിരുന്നു. ബൈജു പോയോ അറിയില്ല. ബൈജു ബാഹ്ലേൻ, ജോണിയുണ്ട്. ജോണി ഞങ്ങൾ നാട്ടുകാരും കൂടെയാണ്. സ്കൂൾ മേറ്റ് മാത്രമല്ല, നല്ല നല്ല ഈ അവലോസുണ്ട ഇതൊക്കെ ഉണ്ടാക്കിക്കൊണ്ടുവരും. വീട്ടിലൊന്നും തരത്തില്ലായിരുന്നു. അപ്പോൾ ഈ ജോണിയൊക്കെ അതിൻ്റെ ആശാന്മാരായിരുന്നു. നല്ല 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 കുഴലപ്പം ഇല്ലേ, അതൊക്കെ ഇഷ്ടംപോലെ. ഇവർ 3 പേരുണ്ടായിരുന്നു അവിടെ. 3 പേരും അവിടെ ഇല്ലായിരുന്നോ? അതെ. അപ്പോൾ ഇവർക്കായിട്ട് ഇങ്ങനെ ബൾക്ക് കണക്കിന് കൊണ്ടുവരുമ്പോൾ എനിക്കത് കിട്ടും. അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു അടുപ്പം. പിന്നെ വേറൊരു ചോദ്യം ചോദിക്കട്ടെ, ഇത് മതിയായോ? ഈ ഉത്തരം മതിയോ? എനിക്കൊരു ഫോളോ അപ്പ് കൊണ്ടുണ്ടായിരുന്നു. അച്ഛൻ വിട്ടത് ഒരു കവിയാവാതിരിക്കാനും അല്ലെങ്കിൽ ആ അച്ഛൻ്റെ ആ ലൈനിൽ പോവാതിരിക്കാനും വേണ്ടിയാണെന്ന് പറഞ്ഞു. അതെ. പക്ഷേ എവിടെയാണ് അത് തിരിഞ്ഞത്? ഈ ഹോസ്റ്റൽ ജീവിതമായിരുന്നല്ലോ. അപ്പോൾ കോളേജിലുണ്ടായിരുന്നു ഇതിൻ്റെ. ഞാൻ 2ാം ക്ലാസ് മുതൽ ഞാൻ ബോർഡിങ്ങിലായിരുന്നു. അതെ, ഫുൾ അത് വീട്ടിൽ നിന്നിട്ടില്ല. 2ാം ക്ലാസ്സിൽ മുതൽ 5 വരെ സെൻറ്റ് ജോസഫ് സ്കൂളിൽ കന്യാസ്ത്രീകളുടെ കൂടെയായിരുന്നു. അതെ. അവിടുന്ന് രാജഗിരി ഹൈസ്കൂൾ അച്ഛന്മാരുടെ കൂടെയായി. അത് പിന്നെ CMI. അതെ. അത് കഴിഞ്ഞിട്ട് സെൻറ്റ് ജോസഫിലേക്ക് സെയിൻറ്റ് സേവേഴ്സ് വന്നു. അത് ജെസ്യൂട്ട്സിൻ്റെ അച്ഛന്മാർ. പിന്നെ വാനസിലേക്ക് വന്നു, മാറി. അപ്പോൾ എന്നെ കൂടുതലും സംരക്ഷിച്ചത് കന്യാസ്ത്രീമാരും പുരോഹിതന്മാരുമാണ്. വിശുദ്ധനായ സെബസ്ത്യാനോസ്. ഒരുപക്ഷെ അത് അന്ന് നമ്മൾ നിഷ്കളങ്കമായിട്ട് ചൊല്ലിയത്. ശരത്തെ ഒരു നുണ പറയുന്നുണ്ട് കേട്ടോ. മാറി മനസ്സിലേ, പണിക്കരച്ചൻ നിങ്ങൾ മതിൽ ചാടി സെക്കൻഡ് ഷോ സിനിമ ഇട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും സാറ് മുകളിൽ നിന്ന് മഷി കൊടാറുണ്ടല്ലേ? കിട്ടിയിട്ടുണ്ടല്ലോ. ഞാൻ ഇല്ലില്ല, എന്നെ കിട്ടിയിട്ടില്ല. എനിക്ക് സമ്മതം ഉണ്ടായിരുന്നു സിനിമ കാണാൻ. കാര്യം വയലാറിൻ്റെ മകനായുണ്ട്. അപ്പം ആ ചോദ്യത്തിലോട്ട് തിരിച്ചു വരാം. അപ്പം എപ്പോഴാണ് ഈ എഴുതാൻ? അപ്പം അച്ഛൻ്റെ നിന്ന് പഠിച്ചതല്ല, പക്ഷേ എഴുതി തുടങ്ങി. ഞാൻ എഴുതുന്നില്ല. ഞാൻ അങ്ങനെ ഒരു മനസ്സെനിക്കില്ലായിരുന്നു. കാര്യം സ്കൂളിൽ പഠിക്കുക അച്ഛൻ്റെ ഒരു ഫീഡിങ്ങും ഒക്കെ ഡോക്ടർ എന്നായിരുന്നു. അങ്ങനെയാണ് 10ാം ക്ലാസ് പാസ്സായിട്ട് ലൂംബ യൂണിവേഴ്സിറ്റിയിൽ പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് ലൂംബ യൂണിവേഴ്സിറ്റി റഷ്യയിൽ പോകാനുള്ള പരിപാടിയൊക്കെ ഏകദേശമൊക്കെ പാർട്ടി കോട്ടയിൽ ആയിരുന്നു. പക്ഷെ അച്ഛൻ മരിച്ചപ്പോഴത്തേക്ക് 1-2 പേര് അതിനകത്ത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ കോട്ട, റഷ്യയായിട്ട് എല്ലാ വർഷവും അവർ അന്നങ്ങനെ വിടുമായിരുന്നു. അപ്പോൾ ആ സമയത്ത് അച്ഛൻ മരിച്ചപ്പോഴത്തേക്ക് അതുവരെ ഒരു സാധ്യത ഉണ്ടായിരുന്നത് എൻ്റെ സാധ്യത മുഴുവൻ മങ്ങിപ്പോയി. പാർട്ടിയുടെ സജീവമായ പ്രവർത്തകർക്ക് ഞങ്ങൾ സീറ്റ് അനുവദിക്കൂ എന്നുള്ളത്. പക്ഷേ ബലികുടീരങ്ങളെ അതെല്ലാം എഴുതിയ അച്ഛനെ അവർ തഴഞ്ഞതാണോ? അത് പറയാൻ അറിയാം. അത് അത്രയും ഞാൻ ചോദിച്ചിട്ടില്ല. പക്ഷേ അത് കുട്ടിയേട്ടൻ എന്തോ ഒരു റഷ്യയെ പറ്റി എന്തോന്നോ ഒരു വാചകം പറഞ്ഞു. അത് ചൈനയെക്കുറിച്ചായിരുന്നു. അങ്ങനെയായിരുന്നു കുറേ നാൾ. പിന്നെ CPM-ന് അച്ഛനോട് ഒരു അകൽച്ചയുണ്ടായിരുന്നു, മാനസികമായ അകൽച്ച. കുറേ കാലം ഉണ്ടായിരുന്നു. അത് ഈ നോയിൻവി അദ്ദേഹം എഴുതിയത് മധുര മനോഹര മനോജ്ഞ ചൈന എന്നൊരു പ്രയോഗം. പക്ഷേ അച്ഛനും വേറെ കണ്ടിരുന്നു. നീ കള്ളു കുടിച്ചിട്ടാണ് എഴുതിയെന്നറിയില്ല. കുടില കുതന്ത്ര ഭയങ്കര ചൈന. 2 ഒരേ കാലഘട്ടത്തിൽ വന്ന 2 മുദ്രാവാക്യങ്ങളായത്. അത് മാനസികമായിട്ട് പാർട്ടിക്കും പ്രയാസമുണ്ടായി. അച്ഛനും പക്ഷേ എന്തോ അങ്ങനെ എന്തും തുറന്നു പറയാം എന്നുള്ളൊരു ഇതുള്ളതുകൊണ്ട് അങ്ങ് പറഞ്ഞത്. അത് വലിയ ഇപ്പോഴും ചിലർക്കൊക്കെ ഇപ്പോഴും അത് വലിയ പ്രശ്നം കിടക്കുക.
അങ്ങനെ പറഞ്ഞത്. പക്ഷെ ഒരു വളരെയധികം പിന്നെ ഗാനങ്ങൾ അല്ലെങ്കിൽ കവിത എഴുതിയിട്ട് ഈ വീട്ടിലിങ്ങനെ പൊടിതട്ടാൻ വയ്ക്കുന്നതിന് പകരം പബ്ലിഷ് ചെയ്തുകൂടി? കുറേ ഉണ്ടെന്നാണ് ഞാൻ അറിയുന്നത്, ശരിയാണ്? ഞാൻ ഇതും കൂടെ ചേർത്ത് പറഞ്ഞേക്കട്ടെ. കാര്യം വെച്ചാൽ അത് ശരിയാണ്. ഞാൻ മടിയാണ്, ഞാൻ എഴുതി മടി ഇവിടെ വയ്ക്കും. ഇപ്പം ഇറക്കാനൊരു 5-6 കവിതാ പുസ്തകം ഇറക്കാനുള്ള കവിത കയ്യിലുണ്ട്. പക്ഷേ എനിക്ക് എഴുത്തുന്ന പേജിൽ ഇപ്പം ഫോൺ വന്ന കാരണം രക്ഷപ്പെട്ടിരിക്കുന്ന കേട്ടോ. കാര്യം ഇങ്ങനെ ഞെക്കിയാൽ മതിയല്ലോ അക്ഷരം കിട്ടാൻ. മറ്റേത് മാർജിൻ ഇടണം, വരയ്ക്കണം അങ്ങനെയുള്ള ബുദ്ധിമുട്ട് മടിയുടെ വലിയ ആളാണ് ഞാൻ കേട്ടോ. ഞാൻ നല്ല മടിയന് ആ ഒരു പുരസ്കാരം കിട്ടിയിരുന്നെങ്കിൽ ഇനി കൊടുക്കണമെങ്കിൽ എനിക്ക് തരണം കേട്ടത്, കല കൊടുക്കുന്നുണ്ടെങ്കിൽ. അപ്പോൾ അന്ന് എഴുതണ്ട എന്നുള്ളൊരു തീരുമാനം നമുക്ക് ഇതായിരുന്നു ചിന്ത. പക്ഷേ അച്ഛൻ്റെ മരണം അപ്രതീക്ഷിതമായിരുന്നു. 15 വയസ്സുകാരനായി ഞാൻ ഒരു കുടുംബത്തിൻ്റെ നാഥനായി. പണ്ട് പറയും അച്ഛൻ മരിച്ചാൽ നമ്മൾ നാഥനാകും, അമ്മ മരിച്ചാൽ അനാഥനാകുമെന്ന്. അപ്പോൾ അച്ഛൻ മരിച്ചപ്പോൾ ഞാൻ വീടിൻ്റെ നാഥനായി, അമ്മ മരിക്കാത്തതുകൊണ്ട് അനാഥനായിട്ടില്ല ഇതുവരെ. അല്ല അങ്ങനെ ഒരു അപ്പം അന്ന് ആ ഒരു പിന്നെ കുഞ്ഞെ ഇവരെ നോക്കുക എന്നുള്ളത്. അതിന് ഞാൻ ഇന്നും കലയോടും പിന്നെ ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയുകയാണ്. 75 ലക്ഷം മരിക്കുമ്പോൾ 450 രൂപയായിരുന്നു ബാങ്ക് ബാലൻസ്. 5 പെണ്ണും ഞാനൊരാളും, മുത്തശ്ശമ്മ, അമ്മ, 3 സഹോദരിമാർ. ഇതെങ്ങനെ കുടുംബം കഴിയും? അങ്ങനെയാണ് ഇപ്പോൾ ഇന്ന് കിട്ടിയ പുരസ്കാരം ഉൾപ്പെടെ അതിൻ്റെ തുടക്കം അവിടെ നിന്ന് ഞാൻ കൂട്ടുക. ആ കുടുംബത്തിനെ സംരക്ഷിച്ചത് മലയാളിയാണ്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഇതും വരെ ഞാൻ പറയുകയാണ്. ഞാനൊരിക്കൽ ഫേസ്ബുക്കിൽ ചുമ്മാ ഒരു സംഭവം ഇട്ടു. എനിക്ക് ജീവിതത്തിൽ ഒറ്റ കാര്യത്തിൽ ഞാൻ അഹങ്കരിച്ചിട്ടുള്ളൂ. എന്താണെന്ന് വെച്ചാൽ എനിക്ക് തോന്നിച്ചാൽ ഞാനിപ്പോൾ ഫേസ്ബുക്കിൽ ഇടുകയാണ്, എനിക്ക് വയലാറിൻ്റെ കുടുംബം ദാരിദ്ര്യത്തിലാണ്, സഹായിക്കണം. എന്നിട്ട് കഴിഞ്ഞാൽ ഒരു മലയാളി 1 രൂപ വെച്ചിട്ടാൽ 3.25 കോടി രൂപ കിട്ടും. അത് 1 രൂപ വെച്ച് തരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ആ കാര്യത്തിൽ അംഗീകരിക്കും. അപ്പം ഞാനിപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് നമ്മുടെ ആ ഇതങ്ങ് മാറി. എഴുത്തെന്നുള്ള ഇത് വിട്ടിട്ട് ഉത്തരവാദിത്തത്തിൻ്റെ ഇതായി. ഒരു സാധനം പോലും, ഒരു പെണ്ണിനെ പോലും നോക്കാൻ എനിക്ക് പേടിയായിരുന്നു. കാര്യം 3 സഹോദരിമാരുടെ ജീവിതത്തെ ബാധിക്കാം നമ്മളെങ്ങനെയെങ്കിലും. അങ്ങനെ ഈ എന്താണ് പറയുന്നത്, കാമശാസ്ത്രം വായിക്കേണ്ട പ്രായത്തിൽ മനസ്സിനെ കാവ്യം ഉടുപ്പിച്ചു. ടീനേജ് അങ്ങനെ പോയെൻ്റെ. അത് പൂർണ്ണമായിട്ട് ശരിയല്ലെന്ന് തോന്നുന്നു കേട്ടോ. അല്ല അത് കഴിഞ്ഞ് വന്നുകൊണ്ടാണ് ഈ കുഴപ്പം. അല്ല ഞാൻ 31 വയസ്സ് കഴിഞ്ഞാൽ പ്രേമിക്കാൻ തുടങ്ങിയത്. അത് കാരണം ഇപ്പോഴും മാറിയിട്ടില്ല പ്രേമം. അല്ല എല്ലാവരും സൂക്ഷിക്കണം അല്ലേ? അല്ല വല്ലവരെയും കണ്ടാലേ ഈ അരവിന്ദന് അങ്ങനെ ഒരു അസുഖം ഉണ്ടായിരുന്നു, ഇങ്ങനെ അബ്സർവ് ചെയ്തിട്ട് അനലൈസ് ചെയ്യുന്നത് ഓരോരുത്തർ. ഇപ്പം നമ്മുടെ മോഹൻദാസിനെ കുറച്ചുകൂടെ കൂടുതൽ അറിയാം, അദ്ദേഹത്തിൻ്റെ അനലൈസേഷനെ പറ്റി. ഇതുപോലെ ശരത്തിനും ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ഒരു പെൺകുട്ടിയെ കണ്ടു കഴിഞ്ഞാൽ ആ സൗന്ദര്യം ആസ്വദിക്കുന്നതല്ല ഞാൻ. അല്ല സത്യം പറഞ്ഞാൽ ആ നല്ല കാലത്ത് ഒന്നും പറ്റിയിട്ടില്ല. ഇപ്പോൾ അല്ലേ അതാ രസം. ഇപ്പോൾ ഒട്ടും നോക്കാനും പറ്റില്ല. എന്താണെന്നറിയോ, വയലാറിൻ്റെ മകൻ വായി നോക്കി ചീത്തപ്പേര് പുള്ളിക്കുക, എനിക്കല്ല. അപ്പം അങ്ങനെ എഴുത്തിലേക്ക് പിന്നെ ഉള്ളൊരു സാധ്യത കുറഞ്ഞു. അപ്പം ഞാൻ ഞാൻ ഏറ്റവും ഒടുവിലെറിഞ്ഞ ഒരു സംഭവം വെച്ചാൽ, ഒരു 2 കൊല്ലം മുമ്പ് ഒരു CPIയുടെ ഒരു നേതാവാണ്, അദ്ദേഹം മരിച്ചു. അവിടുത്തെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. അപ്പം ഇദ്ദേഹം ഒരിക്കലും ഞാൻ വരുമ്പോൾ അന്ന് ആശാൻ വീട്ടിൽ വന്ന് പഠിപ്പിക്കുന്നത്, കടലിലേക്ക് എന്നെ വിടത്തില്ല മുത്തശ്ശിയമ്മ. കാരണം ഞാൻ ഉന്നത കുലജാതനാണല്ലോ, മറ്റേത് പലരും വന്നിരിക്കുമല്ലോ. അപ്പോൾ അത് കാരണം ആശാൻ വീട്ടിൽ വരും. അപ്പോൾ ആശാൻ്റെ ജോലി എന്ന് വെച്ചാൽ നമ്മളെ കൊണ്ട് എഴുതിച്ചിട്ട് പുള്ളി കിടന്നുറങ്ങും. അപ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യമാണ്. അപ്പോൾ ഞാൻ പുള്ളിയെ ഉന്തി താഴെ ഇടും. അങ്ങനെ ഒരു ദിവസം ഉന്തി താഴെ ഇട്ടിട്ട് ഞാൻ ഓടി വന്നപ്പം പെട്ടെന്ന് നമ്മുടെ സ്വീകരണ മുറിയിൽ അച്ഛനിരിക്കണം. അച്ഛനും വരുമെന്നുള്ള വിചാരം എനിക്കില്ല. പിന്നെ പെട്ടെന്ന് ഞെട്ടിപ്പോയി. അപ്പോൾ ഇങ്ങേരും കൂടെയുണ്ട്, ഈ പറഞ്ഞ ആൾ. അന്ന് അദ്ദേഹം പറഞ്ഞ കഥ കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു എന്ത് ചെയ്യായിരുന്നു ചോദിച്ചു. ഞാൻ പറഞ്ഞു പഠിക്കുകയായിരുന്നു, അക്ഷരം പഠിക്കുകയായിരുന്നു. എന്തൊക്കെ പഠിച്ചു? മറ്റേങ്ങേര്. അപ്പോൾ ഞാൻ അക്ഷരങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യും, ഞാൻ 4 അക്ഷരം പറയുന്നത് എഴുതാൻ പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു വാ. അപ്പോൾ ഞാൻ കരിയാണ് അടുപ്പിലെ കരി എടുത്ത് വാ യാ ലാ എഴുതി വയലാർ. വായിക്കാൻ പറഞ്ഞു വയലാർ. എൻ്റെ വയലാർ എവിടെയെന്ന് വെച്ചു പുള്ളി എന്നോട് ചോദിച്ചു. അച്ഛൻ മുമ്പിലിരിക്കുക. ഞാൻ അച്ഛനെ ചൂണ്ടിക്കാണിച്ചില്ല, ഞാൻ എഴുതിയ വയലാറിനെ കാണിച്ചത്. അതാണ് വയലാർ എന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ അന്ന് പറഞ്ഞു ഇവൻ എഴുതും ഭാവിയിൽ. കാര്യം അച്ഛനേക്കാൾ അവൻ ഇഷ്ടപ്പെട്ടത് അക്ഷരത്തിനെയാണ്.
അതാണ് ഇതാ പിന്നീട് പറഞ്ഞ പോലെ നമ്മളെ കൊണ്ടുവരുമായിരുന്നു അതിനകത്തേക്ക് സിനിമയിലേക്ക്. വയലാറിൻ്റെ മകൻ എഴുതും എന്നുള്ള എനിക്കില്ലാത്ത വിശ്വാസം മറ്റൊരാൾക്ക് ഉണ്ടാകുകയും അങ്ങനെ ദേവരാമ മാഷെടുത്ത് വരികയും ദേവരാമ മാഷ ഗൈഡൻസിൽ കുറേ നല്ല ഉപദേശങ്ങളൊക്കെ കിട്ടി. അങ്ങനെയാണ് പിന്നെ വന്നത്. പിന്നെ അതങ്ങ് അങ്ങനെ ആയിപ്പോയി. ഒരു കാര്യം കൂടി ചോദിക്കാണ് ചേട്ടൻ. ഒരു മലയാറ്റൂർ രാമകൃഷ്ണൻ അച്ഛന് നല്ലൊരു ഇൻഫ്ലുവൻസ് ആയിരുന്നു, അതേപോലെ മകനും ഒരു ഇൻഫ്ലുവൻസർ ആയിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. മലയാറ്റൂർ സഹായിക്കുന്ന അത് എന്തെങ്കിലും ജോലിയുടെ കാര്യത്തിൽ എന്തോ ഒരു എന്നെ സഹായിച്ചല്ലേ, അതെ അങ്ങനെ എന്തോ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ലോകത്ത് എനിക്ക് തോന്നുന്നത് ഒരു ജോലി കിട്ടിയിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കുന്ന ആൾ ഞാനായിരിക്കും. അല്ല സത്യമായിരുന്നു കേട്ടോ. ഒരു ദിവസം രാവിലെ ഞാൻ വയലാർ ട്രസ്റ്റിന് കത്തയച്ചു, ഈ അവാർഡ് കൊടുക്കുന്ന ട്രസ്റ്റിന്. ഞങ്ങൾക്ക് 4 പേർക്കും കൊണ്ട് പഠിക്കാനുള്ള വരുമാനമില്ല. കാരണം 1250 രൂപയായിരുന്നു ഒരു മാസത്തെ പലിശ. ഞങ്ങൾക്ക് 4 പേർക്ക് പഠിക്കണം, വീട്ടിൽ ചിലവ് നടക്കണം. അപ്പം എനിക്ക് നിർത്തിയില്ലാണ്ടായി. ഞാൻ എൻ്റെ പഠിത്തം നിർത്തി. അനിയത്തിമാരെ പഠിപ്പിച്ചു. പഠിത്തം നിർത്തിയിട്ട് മക്ഡവൽ എന്നുള്ള ആദ്യത്തെ വീട്ടിനടുത്തുള്ള സ്ഥാപനമായതുകൊണ്ട് എനിക്ക് വീട്ടുകാരും നോക്കാം. അങ്ങനെ ഞാൻ അപ്ലൈ ചെയ്തു. അപ്പോൾ ട്രസ്റ്റിന് അപേക്ഷിച്ചു എനിക്കൊരു ജോലി കൂടിയേ മതിയാവും. അന്ന് ട്രസ്റ്റിൻ്റെ മെയിൻ മെമ്പറിൽ ഒരാൾ മലയാറ്റൂരായിരുന്നു. അന്ന് അദ്ദേഹം ഇതിനകത്തുണ്ട്, സിവിൽ സർവീസിലുണ്ട്. ആ സ്വാധീനം വെച്ചിട്ടാണ് അദ്ദേഹം റവന്യൂ ബോർഡ് മെമ്പറും കണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ഒരു ദിവസം ഞാൻ നിൽക്കുമ്പോൾ ഈ അപേക്ഷ കൊടുത്ത് 2 ദിവസം കഴിഞ്ഞ് ഞാൻ രാവിലെ എഴുന്നേറ്റപ്പോൾ ചേർത്തല തഹസിൽദാർ വീട്ടിൽ നിൽക്കുന്നു. 8 മണിയാകുമ്പോൾ മക്ഡോവലിൽ ചെല്ലണം ജോയിൻ ചെയ്യാൻ. അങ്ങനെ ഞാൻ 8 മണിക്ക് പോയി ജോയിൻ ചെയ്തു. അന്ന് വൈകുന്നേരമാണ് എനിക്ക് ആപ്ലിക്കേഷൻ ഫോം തരുന്നത്. പിറ്റേ ദിവസം ഞാൻ ഫില്ല് ചെയ്ത് കൊടുത്തത്. അതും വയലാറിൻ്റെ ഗുണമാണ്, എൻ്റെ അല്ല അതിന്. അങ്ങനെ പിന്നെ ആ വഴിക്ക് പോയി നമ്മൾ. പിന്നെ അത് 22 കൊല്ലം അവിടെ ജോലി ചെയ്തു. പിന്നെ കല്യാണം, അനിയത്തി വേണ്ട കല്യാണമൊക്കെ അതങ്ങ് നടത്തി. പിന്നെയും വഴിതിരിഞ്ഞ് ഇതിനകത്തേക്ക് വന്നു. അങ്ങനെ 2 വട്ടം എന്നെ ഡിസ്മിസ് ചെയ്തു ജോലിയിൽ നിന്ന്. സിനിമയ്ക്ക് പാട്ട് എഴുതാൻ പോയിട്ട് വീരണ്ടിലൊക്കെ എഴുതുമ്പം എനിക്ക് ജോലി നഷ്ടപ്പെട്ടു. പിന്നെ അവസാനം അവർ വിളിച്ചു. അത് പിന്നെ മാന്യമാണ്. അവരുടെ പറഞ്ഞ് നിങ്ങൾക്ക് കലാകാരനാണ്, നിങ്ങളെ മാനിക്കുന്നു ഒക്കെ, അതെല്ലാം ശരി. എന്നെ ഹെഡ് ഓഫീസിൽ വിളിപ്പിച്ചു ബാംഗ്ലൂർ. പക്ഷേ ഞങ്ങളുടെ ശമ്പളം മേടിക്കുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യണം. അത് ന്യായമാണല്ലോ പറയുന്നത്. പക്ഷേ അന്നേരം ഒരു VRS സ്കീം പ്രഖ്യാപിച്ചു. അപ്പോൾ അതിൻ്റെ കുറച്ച് പൈസ കിട്ടിയപ്പോൾ അത് ഉടനെ ഡെപ്പോസിറ്റ് ചെയ്യാം, അങ്ങനെ എഴുത്തിലേക്ക് വരാം. അപ്പോൾ ഇതെല്ലാം ഒരു നിമിത്തം പോലെ വന്ന് ചേർന്നത്. ചേട്ടൻ ചോദിക്കുന്ന അല്ലെങ്കിൽ ഒരു ചോദ്യം കൂടെ. അല്ല ഞാൻ ആലോചിച്ച് നമ്മുടെ സമയം കവിതയിലേക്ക് 1-2 പോകാമെന്നുണ്ടായിരുന്നു. പക്ഷേ അതിന് സമയം ഇല്ലാത്തതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, മറ്റ് ചില ചോദ്യങ്ങൾ ചോദിക്കാം. എനിക്കൊരു ഏറ്റവും കൂടുതൽ വയലാർ സ്ത്രീകളെ എപ്പോഴും വളരെ അപ്രീഷിയേറ്റ് ചെയ്തിട്ട് കവിതകൾ ചെയ്തിട്ടുണ്ട്. എല്ലാത്തിലും അങ്ങനെയായിരുന്നു. വർണ്ണിക്കുന്നതും കുറ്റം പറയുന്നത് കണ്ടിട്ടേ ഇല്ല. ഒരു ഫെമിനിസ്റ്റായിരുന്നു അല്ലേ? തീർച്ചയായിട്ടും എന്ന് തോന്നുന്നു. അങ്ങനെ പിന്നെ ഒരു അമ്മയെ കണ്ട് വളർന്നവനാണല്ലോ, അതൊരു കാര്യമാണ്. അത് എത്രയോ കവിതകളിൽ ഏതോ ഒന്നിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, സ്ത്രീയായി 2 രീതിയിലുണ്ട് കേട്ടോ. സ്ത്രീ സൗന്ദര്യത്തെ വർണ്ണിക്കുകയും ചെയ്യും, സ്ത്രീത്വത്തെ മാനിക്കുകയും ചെയ്യും. 2 ഉണ്ടായിരുന്നു. ശരി. എനിക്ക് ഒരിക്കൽ നമ്മളിത് പാടുന്നുണ്ടെന്നാണ് പാട്ടല്ലേ, പിന്നെ തോൽക്കൂടുതലുണ്ടോ? ഓക്കെ, അത് വേണ്ട, അതിൻ്റെ പോകണമെന്നില്ല. പക്ഷേ എന്തായാലും കാളിദാസൻ മരിച്ചു, കണ്ണോ മുന്നി മരിച്ചു, പക്ഷേ ശകുന്തള മാത്രം മരിച്ചില്ല. അപ്പോൾ അവരെയൊക്കെ കൊന്നു, പക്ഷേ ശകുന്തളയെ മാത്രം കൊല്ലാതെ വച്ചിരിക്കുകയാണ്. പക്ഷെ സങ്കടപ്പെടുത്താനാണോ? അല്ലല്ല, ദുഃഖത്തിൻ്റെ ഒരു പ്രതീകം. കണ്ണുനീർത്തുള്ളിയെ സ്ത്രീയോട് ഉപമിച്ച കാവ്യഭാവന, അങ്ങനെ ഒരു പാട്ടുണ്ടല്ലോ. അതെ, അത് ശരിയാണ്. അപ്പോൾ അക്കാലത്ത് അങ്ങനെ ആയിരുന്നല്ലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പോൾ ഒരു ദൈവം തന്നെ സ്ത്രീയായിട്ട് ജനിക്കണമെന്നല്ലേ പറയുന്നത്. എന്നിട്ട് അറിയണം ഈ പ്രയാസം. യൂസഫ് അലി കേച്ചേരി എഴുതിയിട്ടുണ്ട്, ദൈവം മനുഷ്യനായി പിറന്നാൽ ജീവിതം അനുഭവിച്ചറിഞ്ഞാൽ തിരിച്ചു പോകും മുമ്പേ ദൈവം പറയും, മനുഷ്യ നീയാണ് എൻ്റെ ദൈവം. ജീവിതത്തിൻ്റെ അനുഭവമാണത്. അപ്പോൾ അത് അന്നങ്ങനെയായിരുന്നു. പിന്നെ സ്ത്രീകൾക്കായിരുന്നല്ലോ ദുഃഖത്തിൻ്റെ മുഴുവൻ അവാർഡുകൾ. സ്ത്രീകളെ ഒരുപാട് സുന്ദരമായ വാക്കുകൾ അങ്ങ് ഉപയോഗിച്ച് അങ്ങ് സൂചിപ്പിക്കുമായിരുന്നു അല്ലേ? പ്രേമിച്ച് നിന്നെ ഞാനൊരു ദേവസ്ത്രീയാണ്. അങ്കനമാർ മാലേ, ഇന്ദുമുഖി, പിന്നെന്താണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത്. പക്ഷെ എല്ലാ അർത്ഥത്തിലും ചെയ്യും കേട്ടോ. സ്ത്രീ സൗന്ദര്യത്തിന്റെ ജ്വലനം വരെ കത്തിച്ച് കാണിക്കും. ചൂടുള്ളതിന്റെ അപ്പോഴാ വെണ്ണക്കല്ല് കൊണ്ട് ഉള്ള ഒരു പ്രയോഗം ഉണ്ടല്ലോ, അതിന്റെ അർത്ഥം എന്ന് പറയാമോ? വെണ്ണക്കല്ല് കൊണ്ടല്ലേ? അല്ല, അത് പിന്നെ നിറമല്ലേ,
അതിലും മൃദുലമായ ഇതുകൊണ്ടാണ്, വെണ്ണക്കല്ല് കൊണ്ടുമല്ല, വെള്ളിനിലാവ് കൊണ്ടല്ല, സൗന്ദര്യ ദേവത നിന്നെ നിർമ്മിച്ച സൗന്ദര്യങ്ങൾ കൊണ്ടല്ല. അതിനേക്കാൾ രാസക്രീഡയിൽ കാമുകർ ചൂടും രോമാഞ്ചം കൊണ്ട് കരുപിടിച്ചു. അപ്പം അത്രയും ഗംഭീരം വേണ്ട. പക്ഷെ ജമന്തി പൂക്കൾ ആവശ്യമില്ലാത്ത ചീത്ത പറഞ്ഞിട്ടുണ്ടല്ലേ, ഒരു അനാവശ്യ വാക്കുകളൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലേ ആ കവിതയില്ലേ. ആ വാക്ക് ഇവിടെ പറയാൻ പറ്റില്ല കേട്ടോ. തങ്കത്തളിയിൽ നമ്മുടെ ഒരു ഒന്ന് വരുന്നുണ്ട് ആ പാട്ടിൽ. അതല്ലെങ്കിൽ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നിങ്ങൾ ഇഷ്ടപ്പെട്ടില്ലേ? മോഹൻദാസനാണ് ഇഷ്ടപ്പെട്ടത്. അല്ല, ഒരു കാര്യം എനിക്ക് പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇതുവരെ ഒരു സ്ത്രീ വയലാറിൻ്റെ ചീത്ത പറഞ്ഞിട്ടില്ല കേട്ടോ. അത് ശരിയാ, അത് ശരി, അത് വലിയൊരു സംഭവമാണ്. അതെ അതെ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ എനിക്ക് ചേർത്തലയിൽ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം, ചേർത്തല എനിക്ക് അതിഭയങ്കരമായ ദേഷ്യമുള്ളൊരുത്തൻ, അയാൾ പ്രായത്തിനതീതമായി വേഷം കിട്ടി ചെറുപ്പക്കാരായി നടക്കുന്ന ഒരാളെ നിത്യം കണ്ട് മനസ്സും മനസ്സിൽ ചൊറിച്ചിലുണ്ടാകുമ്പോൾ ഒരു ദിവസം എൻ്റെ കൂട്ടുകാരന് മുമ്പിൽ അദ്ദേഹം നിൽക്കുന്നതും എന്നെ ഇയാൾ നിൽക്കുന്നതിന് എനിക്ക് അങ്ങോട്ട് ചെല്ലാനും മടി. ഇയാളെന്നെ പരിചയപ്പെടുത്തി. അറിയാവുമെന്ന് ചോദിച്ചു. അപ്പോൾ എന്നെ ഒന്നും അറിയില്ലായിരുന്നു. ഞാൻ സൈക്കിളിൽ പോയിക്കൊണ്ടിരുന്ന സമയത്താണ്. അപ്പോൾ പറഞ്ഞു പുള്ളിയെ പരിചയപ്പെടും. ഞാൻ ചോദിച്ചു ഇത്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ കാണാറുണ്ട്, ഇഷ്ടമില്ലാത്ത ഒരാളെന്ന് ഞാൻ പറഞ്ഞില്ല, അത് മര്യാദയല്ലോ. തിരിച്ച് അയാൾ ഇങ്ങനെ അറിയോടാന്ന് ചോദിച്ചു. മറ്റെങ്ങനെ വിളിച്ച് പറഞ്ഞു ഇല്ലാന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് വയലാറിൻ്റെ മകൻ. ഇയാൾ ആദ്യം എൻ്റെ കഴുത്തിലേക്ക് ഇങ്ങോട്ട് വളരെ ബലപ്പെടുത്തി പിടിക്കുകയായിരുന്നു. എനിക്ക് വേദനിച്ചു. ആദ്യം പറഞ്ഞ വാക്ക് ക്ഷമിക്കണം, അശ്ലീലമായിട്ട് എടുക്കരുത്, പട്ടിപ്പൊലിയാടി മകനെന്നാണ്. എനിക്ക് ജന്മനാ ദേഷ്യമുള്ള ഒരുത്തൻ അയാൾ എന്നെ ചീത്ത വിളിച്ചപ്പോൾ ഞാൻ അറിയാണ്ട് എൻ്റെ കൈ രണ്ടും ചുരുട്ടി എന്നെ പരിചയപ്പെടുത്തി കൂട്ടുകാരൻ മടക്കി കുത്തി. ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പാണ് ഈ സംബോധനയ്ക്ക് ശേഷം പറഞ്ഞാൽ, നിൻ്റെ അച്ഛൻ്റെ പാട്ട് കേട്ട് കഴിഞ്ഞാൽ എൻ്റെ ഭാര്യ ഞാൻ വിളിച്ചാൽ പോലും വരില്ല എന്തെന്ന് ഓർത്ത് നോക്കൂ. അല്ല, അത് മലയാളികളുടെ ആ ഒരു സ്വാതന്ത്ര്യമല്ലേ കാണിച്ചത്. അതെ. അല്ല, അപ്പം ആ വിളി ഒരു കോംപ്ലിമെൻ്റ് ആയിരുന്നു. അല്ല, ഇഷ്ടപ്രാണേശ്വരി, സ്വർഗപുത്രി, പിന്നെ ദേവദാരു പൂത്ത നേരത്ത്, അമ്പലപ്പറമ്പിൽ ആരാമത്തിലെ ചെമ്പരത്തിപ്പൂവ്, ഈ പൂക്കളെയും വലിയ ഇഷ്ടമാണ് അദ്ദേഹത്തിന് അല്ലേ? സ്ത്രീകളായിട്ട് ഉപയോഗിക്കുകയാണ്, അങ്ങനെയാണ്. അതാണ് ഒരു പൂക്കളുമായിട്ട് ബന്ധ സ്ത്രീകൾ കാണല്ലോ, അപ്പോൾ പൂവിലൂടെ ചെല്ലല്ലോ അങ്ങോട്ട്. പക്ഷെ അതേ സമയത്ത് ഒന്ന് രണ്ട് പിന്നെ സിനിമാ ഗാനത്തിൽ ഇദ്ദേഹം ഒരു എന്താ പറയുന്ന ആണുമല്ല പെണ്ണുമല്ലാത്ത ചില ഒരു പാട്ടുണ്ടല്ലോ, എഴുതിയിട്ടുണ്ടല്ലോ. അതായത് എങ്ങനെ പറയുക, ഒരു സ്വവർഗപ്രണയം ഉണ്ടായിരുന്നു എന്നുള്ളതിനെപ്പറ്റി ഇഷ്ടപ്പെട്ട അതായത് ഞാൻ ഒരു വരി പറയാം അതിനകത്ത്. ഉത്തരായന കിളി പാടി, ഉത്തരായന കിളി ഫീമെയിലാണ്, ഉന്മാദിനിയെ പോലെ പൊന്നുമുളയിട്ട് വെണ്ണിലാവും പെണ്ണാണ്. അപ്പോൾ രണ്ട് പെണ്ണുങ്ങൾ തമ്മിൽ ചേർന്ന് എന്തായിരിക്കും? അല്ല, അത് ഇല്ലയെന്ന് പറയും. ഇപ്പോൾ ഉണ്ടല്ലോ, ഇപ്പോഴുണ്ട്, അന്നുമുണ്ട്. എനിക്ക് ശ്രീകൃഷ്ണനോട് പ്രേമത്തുണ്ട്, അറിയാമല്ലോ. എന്നെങ്കിലും നിൻ്റെ നീല നിറം എന്നിലേക്ക് പടർന്നു കയറിയത് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് തെറ്റാന്ന് എനിക്ക് തോന്നിയിട്ടൊന്നുമില്ല. നല്ല ഒരു ആളെ കാണും. മാധവിക്കുട്ടിയൊക്കെ പറയാറുണ്ട് ഇതുപോലെ. ഗൗരിയമ്മ, KR ഗൗരിയമ്മ ഒരിക്കൽ S ഗോപിനാഥ് എന്ന് പറഞ്ഞിട്ട് പോലീസിൽ, സാറിനറിയില്ല പൊന്നു സാറേ, സുന്ദരൻ ഓർക്കുണ്ടോ? സുന്ദരൻ എപ്പോഴും ഗോപി സാർ സെക്രട്ടേറിയറ്റിൻ്റെ വാതിക്കൽ നിൽക്കുകയാണ്. സെക്രട്ടേറിയറ്റിൻ്റെ വാതിക്കൽ നിൽക്കുമ്പോൾ ഗൗരിയമ്മ മന്ത്രി ഇറങ്ങി വരുന്നു. വണ്ടി ഇറങ്ങിപ്പോയിട്ടുടനെ ഡ്രൈവറോട് നിർത്താൻ പറഞ്ഞു, റിവേഴ്സ് ചെയ്യാൻ പറഞ്ഞു. നിർത്തിച്ച് ഗോപി സാറിനെ കാണാൻ വേണ്ടി ഗൗരിയമ്മ നിന്നെന്നാണ് പറയുന്നത്. അത് തെറ്റൊന്നുമല്ല ചേട്ടാ. നമുക്കൊരു കാര്യം ചെയ്താലോ, ഈ കാളിദാസൻ സ്ത്രീയെ വർണ്ണിച്ചതുണ്ടല്ലോ, അതിനെ വയലാറ് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തില്ലേ? പരിനീർ മഴ പൂമഴ. അത് വരികൾ ഓർമ്മയുണ്ടോ ഇപ്പോൾ? പിന്നെ അയ്യോ, ഒന്ന് പറഞ്ഞ അർത്ഥം മനസ്സിലാക്കി. മറന്നാ പിന്നെ നമ്മൾ ജീവിച്ചിട്ട് കാര്യമില്ല. കാളിദാസൻ്റെ ഏറ്റവും നമ്മൾ അതിനു മുമ്പ് അറിയേണ്ട കാര്യം, സൗന്ദര്യലഹരി എന്ന് പറഞ്ഞൊരു പുസ്തകം ശങ്കരാചാര്യരുണ്ട്. അത് പാർവതിയെ ശിവൻ വർണ്ണിക്കുന്നതാണ്. പാർവതിയുടെ സൗന്ദര്യം ശിവൻ വർണ്ണിക്കുന്നത് ആണ് 100 ശ്ലോകങ്ങൾ. അപ്പോൾ ശങ്കരാചാര്യർ ഒരിക്കൽ കൈലാസം ചെല്ലുമ്പോൾ, കഥയാണ് കേട്ടോ, ഇതിങ്ങനെ വായിച്ച് വരിക, 1ാമത്തെ ശ്ലോകം എഴുതി വരിക. അപ്പോൾ ഗണപതി അവിടെ നിന്ന് കണ്ടു, അമ്മയുടെ സൗന്ദര്യം അച്ഛൻ മാത്രം അറിഞ്ഞാൽ മതി, മറ്റൊരുത്തൻ അറിയണ്ട എന്ന് പറഞ്ഞ് ഇദ്ദേഹം 100 മുതൽ പുറകോട്ട് മായ്ച്ചു തുടങ്ങി. അങ്ങനെ 1 മുതൽ 49 വരെ ശങ്കരാചാര്യർ എഴുതി വരുമ്പം 100 മുതൽ വായിച്ചു വന്ന് പിന്നെ 51 മുതലുള്ള ശ്ലോകങ്ങൾ ശങ്കരാചാര്യരുടെ സൃഷ്ടിയാണ്. ശിവൻ്റെ ഭാഷയിലുള്ള പാർവതിയല്ലേ. അപ്പോൾ അത്ര സുന്ദരിയായിരുന്നു പാർവതി എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്.
അത് കുമാരസംഭവം എന്നുള്ള സിനിമ പണ്ടത്തെ ആൾക്കാർ കണ്ടാൽ അറിയാം. പത്മിനി രാഗിണിമാരിലെ പത്മിനിയാണ് അതിനകത്ത് പാർവതിയുടെ വേഷം കിട്ടിയിരിക്കുന്നത്. അതിനകത്ത് കാളിദാസൻ കൃത്യമായിട്ട് വർണ്ണിക്കുന്നുണ്ട് ഒരു മഴത്തുള്ളി വീഴുന്ന വഴി. അത് ആ ശ്ലോകം അത് തന്നെയാണ്. സംസ്കൃത ശ്ലോകം ഞാൻ പറയുന്നില്ല. ഇത് തന്നെ പനിനീർ മഴ, പൂമഴ, തേന്മഴ, മഴയിൽ കുതിരുന്ന ഒരഴകെ, നനയുന്നത് കഞ്ചുകമോ, എന്ന് വെച്ചാൽ നീ ഇട്ടിരിക്കുന്ന വസ്ത്രമോ, അതോ നിന്നെ പൊതിയും യൗവനമോ. ആദ്യത്തെ മഴത്തുള്ളി വീഴുന്നതാണ്. കൺപീലികളിൽ തങ്ങി. അപ്പോൾ കൺപീലി വളഞ്ഞിരിക്കണം, ഇങ്ങനെ ആയിരിക്കുന്നത്. അത് സൗന്ദര്യത്തിൽ ലക്ഷണം. തങ്ങണം അവിടെ. അവിടുന്ന് കൺപീലികളിൽ തങ്ങി ചുണ്ടിലെ കമലക്കൂമ്പുകൾ നുള്ളി. വിടർന്ന ചുണ്ടായിരിക്കണം, പ്രത്യേകിച്ച് താഴത്തത് ബപ്പിയാകരുത് പോരുത്. അപ്പോൾ ഇവിടുന്ന് തട്ടിയാൽ ഇവിടെ തട്ടണം, അതാണ് അളവ്. അവിടുന്ന് മാറി തട്ടി തകർന്ന് ചിതറി മാറിടം വലുതായിരിക്കണം. ചിതറണം. മൃദുരോമങ്ങളിൽ ഇടരുത്. അവിടെ പോവുക, കുടവയറുണ്ടെങ്കിൽ തീർന്നു, അവിടെ സ്റ്റക്കാവും. മൃദുരോമങ്ങളിൽ ഇടറി പൊക്കിൾക്കുഴി ഒരു തടാകമാക്കിയ പവിഴപഴത്തുള്ളി. ഒന്ന് ഓർത്ത് നോക്കി പൊക്കിളിൻ്റെയൊക്കെ വലിപ്പം. അതിനകത്ത് ജാമ്യം എടുക്കുന്നു. തടാകം എന്ന് പറയുന്ന കവിഭാവനയാണ്. അത് പണ്ട് പോസ്റ്റ്മോർട്ടം എഴുതിയത് നാഴി എണ്ണ കൊള്ളുന്ന പൊക്കിളാന്ന് പോസ്റ്റ്മോർട്ടം എഴുതിയതാ പോലീസുകാരൻ, മരിച്ച ബോഡിയുടെ. അപ്പം അത് ജാമ്യം എടുക്കുന്നു കേട്ടോ. പൊക്കിൾക്കുഴി ഒരു തടാകമാക്കിയ പവിഴപഴത്തുള്ളി പണ്ട് ശ്രീപാർവതിയെപ്പോലെ നിന്നെയും സുന്ദരിയാക്കി. അപ്പോൾ കാളിദാസനിൽ നിന്ന് ഞാൻ കടമെടുത്തതാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷെ അവസാനം പറയുന്നത് എങ്ങനെയാ വെച്ചാൽ ബോധം അബോധമായി മാറും ലഹരിയിൽ ശ്വേതപരാഗമായി മാറി എന്നാണ്. ഹിമശൈലശൈ അത് ഇങ്ങനെ പാട്ടല്ലേ? അതല്ല. അപ്പം ഇത് ബോധം അബോധമായി മാറുന്ന ലഹരിയിൽ പരാഗമായി ശ്വേതപരാഗം എന്ന് പറഞ്ഞാൽ അപ്പൂപ്പൻ താടിയല്ലേ? ശ്വേതം വെള്ളയാണ്. വെള്ള. അപ്പോൾ അപ്പൂപ്പൻ താടി ഇങ്ങനെ പറന്നു പോകുന്നു ആയിരിക്കാം. അതെ അതെ, പിന്നെ അങ്ങനെയാണല്ലോ. അബോധാവസ്ഥ എന്ന് പറഞ്ഞാൽ എന്തിനും ലഹരി തന്നെ മദ്യം തന്നെ കഴിക്കണമെന്നില്ലല്ലോ അബോധാവസ്ഥയത്തെ. ഒരു പെണ്ണിനെ കണ്ടാലും ഈ അബോധാവസ്ഥയിൽ നമ്മൾ എത്താമല്ലോ. അയ്യോ, അതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല. സേതു ചേച്ചിയെ എവിടെ? ചേട്ടാ, നമുക്ക് ഇപ്പം ഇനിയിപ്പോൾ 5 മിനിറ്റ് ഉണ്ട്. അപ്പം ഓഡിയൻസിന് ഒരു ചോദ്യം ആരാദ്യം കൈവെക്കുന്ന ഞാൻ അങ്ങോട്ട് വരുന്നത്. എൻ്റെ അടുത്ത് ഒരു ചോദ്യം വേണമെന്ന് പറഞ്ഞു. ആദ്യം അരുൺ ചോദിക്കും. ആദ്യത്തെ ചോദ്യം. ഓക്കെ. ഈ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഇപ്പം ചേട്ടൻ വിഷമിപ്പിച്ചില്ലേ ചോദിച്ചത്? പണ്ട് സാംബശിവൻ്റെ ഒരു കഥയിലുള്ളൊരു കാര്യമാണ്. ഈ നാട്ടുപ്രദേശത്ത് കാവിൽ തുള്ളുമല്ലോ, ഇല്ലേ? അറിയത്തില്ല, കണ്ടില്ലേ? തുള്ളൽ കണ്ടിട്ടില്ലേ? അപ്പോൾ സർപ്പക്കാവിലായിരിക്കും തുള്ളൽ. ഭഗവതി കയറി ആരെങ്കിലും ഒരു വെള്ള ശരീരത്തിൽ കയറി ഭഗവതി ഉറഞ്ഞു തുള്ളിക്കൊണ്ട് പറയും, ഉണ്ണികളെ നിങ്ങൾക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. അപ്പോൾ ഈ തുള്ളൽ കാണാൻ വരുന്ന ചില വായ്നോക്കളുണ്ട്. പെണ്ണുങ്ങളൊക്കെ ചിലപ്പോൾ വെള്ളത്തിൽ ചാടും. അപ്പം നനഞ്ഞ രൂപമോ കാണാനായിട്ട് വന്ന് നിൽക്കുന്ന രണ്ടുപേരും. അപ്പോൾ ഇങ്ങനെ ചോദിച്ചൊക്കെ ഗൃഹടാന്ന് പറഞ്ഞിരിക്കുമ്പോഴത്തേക്ക് ഇതിലത്തൊരുത്തൻ, അല്ലയോ ഭഗവതി, തുള്ളുന്നത് ഒരു കറവക്കാരനാണ്. ആ വർഷം കറവക്കാരനെയാണ് ബാധിച്ചത്. സ്കൂളിലൊന്നും പോയിട്ടില്ല പുള്ളിയാണിങ്ങനെ പറയുന്നത്. അപ്പോൾ അവിടുന്ന് ഒരു ചോദ്യം, ചന്ദ്രനിൽ ആദ്യമായി കാലുകുത്തിയ 2 പേരുടെ പേരൊന്ന് പറയാമോ? ഉടനെ കറവക്കാരൻ ദൈവര ഉണ്ണികളെ കുഴയ്ക്കുന്ന ചോദ്യങ്ങളൊന്നും ചോദിക്കുന്നു. അല്ല സാർ, അങ്ങനെയുള്ള ചോദ്യമല്ല. ഞാനിത് ആക്ച്വലി സാറിനോട് സ്വകാര്യമായിട്ട് ചോദിച്ചിരുന്നതാണ്. പക്ഷെ അത് ഞാൻ വിചാരിച്ചു എല്ലാവരും കൂടെ കേൾക്കാൻ വേണ്ടി ഒന്ന് ചോദിച്ചെന്നേ ഉള്ളൂ. എൻ്റെ ചോദ്യം ഇതായിരുന്നു. നമ്മളൊക്കെ വയലാറെന്ന് പറയുമ്പോൾ, ഞാൻ ഉച്ചയ്ക്ക് ചോദിച്ചതാണ്, വയലാറെന്ന് പറയുമ്പോൾ നമ്മൾ വയലാർ വിപ്ലവത്തെക്കുറിച്ച് ഓർക്കും, അതുപോലെ വയലാർ രാമവർമ്മയെക്കുറിച്ച് ഓർക്കും. പക്ഷേ താങ്കൾ വയലാർ എന്ന് പറയുമ്പോൾ ആദ്യം 6 വയലുകളുടെ നാടായിരുന്നു വയലാർ. അങ്ങനൊരു പേര് കേട്ടിട്ടുണ്ട്. പിന്നെ അതിനേക്കാൾ മനോഹരമായൊരു പ്രയോഗം, ഞാനത് അന്നേരം ഞാൻ ഓർത്തില്ല, അല്ലെങ്കിൽ ഞാൻ പറയുമായിരുന്നു. നമ്മൾ ഈ വയലാർ അവാർഡ് കിട്ടിയ കൃതികളുടെ ഓരോ പതിപ്പ് നേടിയ ആളുടെ കയ്യൊപ്പോട് കൂടി വീട്ടു വയ്ക്കും. അങ്ങനെ ഒരിക്കൽ OV വിജയന് മറ്റേ ഗുരുസാഗരത്തിന് കിട്ടിയ അവാർഡ്. അപ്പോൾ പാർക്കിൻസൺ വന്നിരിക്കുന്ന സമയം നമുക്ക് ഒപ്പിട്ട് മേടിക്കാൻ പറ്റില്ല. കാര്യം ട്രോഫിയൊന്നും മേടിക്കാൻ നിർത്തിയില്ല, കൈ വിറച്ചിട്ട്. കൊടുക്കുന്ന മലയാറ്റൂരിനും കൈ വിറക്കിയായിരുന്നു. വാങ്ങിച്ചോ അപ്പോൾ ഒന്നും ചെയ്യാണ്ട് എനിക്ക് പറ്റിയില്ല, മേടിക്കാൻ പറ്റില്ല. ഞാൻ പിന്നെ ഒരു കത്ത് എഴുതി ഇങ്ങനെ ഒരു ശീലം നമുക്കുണ്ട്, അങ്ങൊരു ഗുരുസാഗരത്തിൻ്റെ പ്രതി കൈവപ്പിട്ട് തരണം. ഒരു 3-4 മാസത്തേക്ക് ഒരു അനക്കവും ഇല്ല. ഒരു 4-5 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു കത്ത്. ഞാൻ ഡൽഹിയിലാണ് താമസിക്കുന്നതെങ്കിലും ഹൈദരാബാദിലൊക്കെ കണ്ടോ എണ്ണ കുഴിക്കാൻ അങ്ങോട്ട് പോയി എന്ന് പറഞ്ഞ് കുറേ നാൾ ഞാൻ കത്ത് കിട്ടി. ഞാൻ ഉടൻ തന്നെ കൈവപ്പിട്ട് അയക്കാമെന്ന് പറഞ്ഞു.
പിന്നെ ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ബുക്ക് വന്നു. നമ്മളെ ഇത്രയും ഞെട്ടിച്ച ഒരു വാചകം എനിക്കുണ്ടായിട്ടില്ല. വയലാർ അവാർഡ് വേണ്ടായിരുന്നു. നമ്മൾ ഞെട്ടിപ്പോവില്ലേ? വയലാർ മതിയായിരുന്നു. അതാണ് ഞാൻ പിന്നെ ഓർക്കുന്നത് കേട്ടോ. വയലാർ എന്ന് പറയുമ്പോൾ പിന്നെയും വേറെ ആളുകളും ഫേമസ് ആയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട്. വയലാർ രവിയുടെ അല്ല ദേവസ്വേട്ടൻ ചെയ്യോ നമ്മുടെ എല്ലാവരും അങ്ങ് അറ്റം. അവർക്ക് വയലാറെന്നൊരു പേര് പറഞ്ഞാൽ ഒന്നേ വരുള്ളൂ. പക്ഷെ അത് കഴിഞ്ഞിട്ട് ബാക്കി ഇപ്പോൾ പലരും പലതും ഇടുമല്ലോ. ഇപ്പം എല്ലാവരും എനിക്ക് 2 അനുഭവം ഉണ്ടായിരുന്നു കേട്ടോ. ഒരു യോഗത്തിൽ ഞാൻ ഉദ്ഘാടകനാണ്. എന്നെ സ്വാഗത പ്രാസംഗം പരിചയപ്പെടുത്തി. എനിക്കിപ്പോഴും പേടി സ്വാഗതം കേൾക്കുമ്പോൾ വല്ലതും തെറ്റിക്കുമെന്നു. നമ്മുടെ ഇന്നത്തെ ഉദ്ഘാടകൻ പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ ശ്രീ വയലാർ രവിയുടെ അത്രയായപ്പോഴത്തേക്ക് ഞാൻ ഞെട്ടി താഴെയായി. വയലാർ രവിയുടെ മകൻ ശരചന്ദ്ര പ്രസാദാണ്. അപ്പോഴാണ് നമുക്ക് ശ്വാസം വീണത്. ഒരനുഭവം. പിന്നെ മറ്റേ സെക്രട്ടേറിയറ്റിൻ്റെ വാതുക്കൽ സമരം നടക്കുന്ന സ്ഥലത്ത് എനിക്ക് ഒരു കാര്യത്തിന് എന്നോട് പോയി. അപ്പോൾ എൻ്റെ കൂടെ വയലാർ രവിചേട്ടൻ്റെ അനിയനുണ്ടായിരുന്നു. അപ്പോൾ രവിചേട്ടനെ അറിയാം, കോൺഗ്രസ് ഭരിക്കുന്ന സമയം കോൺഗ്രസിൻ്റെ തന്നെ ഒരു കർഷക റാലിയാണ്. കോട്ടയം സൈഡിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു കർഷകൻ ഇങ്ങനെ പറഞ്ഞ കൂട്ടത്തിൽ രവിചേട്ടൻ്റെ അനിയൻ എന്നെ പരിചയപ്പെടുത്തി. ഇത് വയലാറിൻ്റെ മകനാന്ന് പറഞ്ഞു. ഉടനെ പുള്ളിക്കാരൻ വലിയ തോർത്തൊക്കെ ഇട്ട് 6 അടി പൊക്കമുള്ള കർഷകന്. അപ്പോൾ അതൊക്കെ എൻ്റെ അടുത്തേക്ക് നീങ്ങി നിന്നു. ഞാൻ വിചാരിച്ചു എന്തിനാ എൻ്റെ അടുത്തേക്ക് നീങ്ങണേ? അതെ, അച്ഛനോട് പറഞ്ഞൊരു കാര്യം സാധിച്ചു. വയലാർ മരിച്ചിട്ട് 5-6 കൊല്ലമായി. പുള്ളി വിചാരിച്ച് ആഭ്യന്തരമന്ത്രി വയലാർ രവിയുടെ മകനാന്നാണ്. ഒരു ചോദ്യം കൂടെ നമുക്ക് ഓഡിയൻസിന് എടുക്കാം. ഓക്കെ. നമസ്കാരം ശരത് സർ. ഒരു ചോദ്യവും ഒരു ഉപചോദ്യമുണ്ട്. ചോദ്യം ശ്രീ വയലാറിനോടാണ്. ഉപചോദ്യം ഒറിജിനലോട്. 2 ഒറിജിനലാണ്. ഉപചോദ്യം ശരത് സാറിനോടാണ്. ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മാനിഷാദ എന്ന കവിതയിൽ പറഞ്ഞ പോലെ, സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തിനെയും എന്ന് പറയുമ്പോൾ, ശ്രീ വയലാർ രാഷ്ട്രീയ ചിന്താഗതികൾക്ക് അപ്പുറത്ത് മാനുഷികമായ മൂല്യങ്ങൾക്ക് വില കൊടുത്തിട്ടാണോ ആ ഒരു പ്രസ്ഥാനത്തിലേക്ക് പോയത് എന്നുള്ള? അല്ല, അന്നങ്ങനെ ആയിരുന്നല്ലോ. അന്ന് ജനപക്ഷത്ത് നിൽക്കുന്ന ഒരു പ്രസ്ഥാനം ഇത് ഉണ്ടായിരുന്നുള്ളൂ. അന്ന് ഈ പറഞ്ഞ ഹാവ്സ് ആൻഡ് ഹാവ് നോട്ട്സ് എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ടല്ലോ. അയിത്തമുള്ളവർ, തോണ്ടൽ, എങ്ങും കയറാൻ പയ്യാത്തവർ. അപ്പോൾ അവരുടെ കൂടെ സ്വാഭാവികമായിട്ട് വയലാറിൽ അന്ന് വിപ്ലവം ഉണ്ടാകുന്ന കാലഘട്ടം. 4 വശവും കായലായിട്ട് ചുറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലമുണ്ട്. പട്ടാളം പെട്ടെന്ന് വരില്ല, വന്നാൽ കാണുകയും ചെയ്യും. അങ്ങനെയാണ് അവിടെ വിപ്ലവ ഭൂമിയായിട്ട് മാറുന്നത്. ആ സമയത്താണ് അച്ഛൻ്റെ ഈ യൗവന കാലമൊക്കെ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നൊരു അടുപ്പമുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ അത് പറഞ്ഞത്. അത് ചിലരൊക്കെ അത് അതിനെ തെറ്റായിട്ട് വ്യാഖ്യാനിക്കുന്നുണ്ട്. സ്നേഹിക്കും ഇല്ല ഞാൻ നോവും ആത്മാവിനെ എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച വയലാർന്ന്. അതിൻ്റെ ബാക്കി പറയില്ല. അത് തന്നെ കേട്ടോ. അത് തീർച്ചയായിട്ടും അങ്ങനത്തെ ഒരു അനുഭവം വീട്ടിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. അച്ഛനും എന്ന് വെച്ചാൽ ഈ വെള്ളം സർവത്ര വെള്ളം, കുടിക്കാനൊരു തുള്ളി വെള്ളമില്ലെന്ന് കുട്ടനാടിനെ കുറിച്ച് പറയും. എന്ന് പറഞ്ഞാൽ സ്വത്തിൻ്റെ നടുവിൽ ദരിദ്രനെ പോലെ അച്ഛൻ കഴിഞ്ഞത്. ഒരു അമ്മാവനായിരുന്നു അന്നത്തെ ഇത് സ്വത്തൊക്കെ ഉണ്ടായിരുന്നത്. വലിയ അച്ഛൻ്റെ ബാല്യമൊക്കെ വളരെ ഒരു മുണ്ട് മേടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അമ്മയും മുത്തശ്ശിയമ്മയും അച്ഛനും അതുകൊണ്ട് തന്നെ ഒരു വർഷം ഒരു തവണയും മേടിച്ച് കൊടുക്കുള്ളൂ. അതിൽ നിന്ന് അച്ഛന് ഷർട്ട് തയ്ച്ച് കൊടുക്കണം. ബാക്കി ഉള്ളതുകൊണ്ട് മുത്തശ്ശിയമ്മ ശരീരം മറയ്ക്കും. അങ്ങനെയൊക്കെയായിരുന്നു കുറേ കാലം. അപ്പോൾ ആ ദാരിദ്ര്യത്തിൻ്റെ വില ശരിക്കറിയാം. അപ്പോൾ ആ മാനുഷികമായിട്ടുള്ള ഒരു അടുപ്പം തന്നെയാണ്. ഉപചോദ്യം പെട്ടെന്ന് പറയാം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ ശരത് സാർ പറഞ്ഞു ഇത് ഡോക്ടറാവാൻ ഞാൻ പഠിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഞാൻ എഴുത്തിലേക്ക് വന്നു, കവിതയിലേക്ക് വന്നു, ഗാനങ്ങളിലേക്ക് വന്നു. ഇതൊരു നിയോഗം ആണ് എന്ന് തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഞാൻ ആദ്യം പറഞ്ഞല്ലോ, അച്ഛനെ നോക്കിയിട്ട് അക്ഷരത്തിനെ നോക്കി വർത്തമാനം ഞാൻ പറഞ്ഞല്ലോ. അക്ഷരത്തിനെ നോക്കി പറഞ്ഞപ്പോൾ അതിനകത്ത് ഇത് അച്ഛനൊട്ടും താല്പര്യമില്ലായിരുന്നു. കാര്യം സിനിമ എങ്ങനെ എന്നെ എഴുതിട്ടിരിക്കും എന്ന സ്വന്തം അനുഭവം കൊണ്ടായിരിക്കാം ഇവനെ അങ്ങനെ വിടരുത് എന്ന് അമ്മയോടും മുത്തശ്ശിയോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മയൊക്കെ ഭയങ്കര എതിർപ്പായിരുന്നു ആദ്യം. പിന്നെ അത് കഴിഞ്ഞ് ഒരു കവിതയിൽ സൂര്യകാന്തിയുടെ ആത്മകഥയാണെന്ന് എനിക്ക് തോന്നുന്നു. അതിനകത്ത് അവസാന വരിയുണ്ട്: അച്ഛന് പാടാൻ എഴുതിയ ഗാനം കൊച്ചുമകന് തരാം ഞാൻ, മുറിഞ്ഞ ഗാനം മുഴുമിക്കുക നീ, പറഞ്ഞു പോയൻ മൗനം. പുള്ളിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നിരിക്കും. അതുകൊണ്ടാകാം കാലം വളരെ വൈകിച്ചിട്ടാണെങ്കിലും
ഇതിലത്തേക്ക് വരാൻ ഒരു വഴി ഉണ്ടായത്. അതുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്നത്. ആ നല്ല ഒരു നോട്ടോടുകൂടി നമുക്ക് ഇത് നിർത്തിയിട്ട് നമുക്ക് പാട്ടിലേക്ക് കടക്കാം, അതല്ലേ, ഗാനത്തിലേക്ക് കടക്കാം അല്ലേ? അതെ, നമ്മളിപ്പം ടൈമായി. അപ്പം ഇനി നിങ്ങൾക്ക് വേണ്ടി ഒരു ഗാന വിരുന്ന് തന്നെ ഒരുക്കിയിട്ടുണ്ട്. സന്ധ്യ മയങ്ങുന്ന നേരം എന്നുള്ള പേരിട്ട് ഞാൻ എന്തായാലും കോമ്പൈസ് വന്നത് പറയുമായിരിക്കും. ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ തിരിച്ച് പോകുമ്പോൾ അതിൽ പോകണമെങ്കിൽ പാം ലീഫിൻ്റെ കുറച്ച് കോപ്പീസ് അവിടെ ഇരിപ്പുണ്ട്. 1 കോപ്പി പെർ ഫാമിലി എന്നുള്ള രീതിയിൽ നിങ്ങൾ അത് എടുത്തിട്ട് പോകണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഇതാണ് കച്ചവടം എന്ന് പറയുന്നത്. പണ്ടൊരു പരസ്യം ഉണ്ടായിരുന്നു, ഓണം പതിപ്പിന്, തമാശ പരസ്യമാണ്. ഞങ്ങളുടെ അഭിവന്ദ്യ പിതാവ് ശ്രീ TD തിമ്മപ്പ മരിച്ചു എന്നുള്ള വിവരം ദുഃഖപൂർവ്വം അറിയിക്കുന്നതോടൊപ്പം ഓണം പ്രമാണിച്ച് ഞങ്ങളുടെ എല്ലാ സ്ഥാപനങ്ങളിലും 20% ഡിസ്കൗണ്ട് ഉണ്ടാവും. പാം ലീഫ് ഫ്രീ ആണ്. പോകുന്ന വഴിക്ക് ഒരു കോപ്പി എടുത്തിട്ട് പോവാം. താങ്ക് യു.